മറ്റൊരു വാർത്തയിലേക്കാണ്. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയായ ജാസ്ലിയ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജ് കസ്റ്റഡിയിൽ. വാഗമൺ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ അങ്കമാലി പോലീസിന് കൈമാറും. ഒളിവിൽ പോകാൻ സഹായിച്ചതിന് പ്രതിയുടെ പിതാവ് ജോർജ് മാത്യുവിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ആൽവിനാണ് ചേരുന്നത്. ആൽവിൻ, ഒടുവിൽ ആ പ്രതി പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ. ശ്യാമിലി, പ്രതിയെ ഇന്ന് രാവിലെയാണ് വാഗമണിലെ ഒരു റിസോർട്ടിൽ നിന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് സിറിയക്കിനെ മെഡിക്കൽ എടുക്കുന്നതിനായി കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ എടുക്കുന്ന ശേഷം അവിടെ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 5 ദിവസമായി ഇയാൾ ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഗമണിലെ ഒരു റിസോർട്ടിലാണ് ഇയാൾ തങ്ങിയിരുന്നത്. ഇയാളുടെ പിതാവിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സൂചന അവർക്ക് ലഭിക്കുകയും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഡോക്ടർ സിറിയക്കിനെ അന്വേഷിച്ച് ഈ വാഗമണിലേക്ക് എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ വാഗമൺ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇന്ന് ഇയാളെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് അങ്കമാലിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള കേസിൻ്റെ നടപടികളാകും പിന്നീട് നടത്തുക എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർന്നുള്ള നടപടികൾ അതിനുശേഷമാകും ഉണ്ടാവുക. അങ്കമാലി സ്റ്റേഷനിലേക്കാകും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഇയാളിവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. രാവിലെ ഇയാളുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ സൂചന ലഭിക്കുന്നത്. പിന്നീട് വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. വാഗമൺ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുകയും പിന്നീട് ഇയാളെ ഇവിടെ നിന്ന് ഇന്ന് രാവിലെ പിടികൂടുകയും ചെയ്തത്. ഈ അല്പസമയത്തിനകം ഇവിടുന്ന് മെഡിക്കൽ നടപടികൾക്ക് ശേഷം അങ്കമാലിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ശരി, ആൽവിൻ വിവരങ്ങൾ നൽകിയത്.